ഷാഫി പറമ്പിൽ MP അധിക്ഷേപിച്ച് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കും. കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ്. കണ്ടാമൃഗത്തെക്കാൾ തൊലിക്കട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് കാണിക്കുന്നത്. സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗ് നടപടി മാതൃകയാക്കണമെന്നും EN സുരേഷ് ബാബു. ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം. അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ? തയ്യാറാവില്ല. കാരണം എന്താ? കൂട്ടുകച്ചവടമാണ് ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ്. പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ. ഞാനതൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ് മാസ്റ്റർ തന്നെ. അല്ല, ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ, ഹെഡ് മാസ്റ്റർ തന്നെ അത് തന്നെ ചെയ്യാണ്. അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ? ഹെഡ് മാസ്റ്ററിന്റെയും മുകളിലുള്ള അധ്യാപകരാണ് ബാക്കിയുള്ളവര്. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ അക്ഷരമിണ്ടാത്തത്. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ. സാജിദ്, വളരെ ഗുരുതരമായ ആരോപണം, ഗുരുതരമായ വ്യക്തി അധിക്ഷേപമാണ് ഇപ്പോൾ EN മോഹൻദാസ് ഷാഫി പറമ്പിലിനെതിരെ നടത്തുന്നത്. എന്താണ് EN മോഹൻദാസ് പറഞ്ഞത്? എങ്ങനെ കാണാം അദ്ദേഹത്തിന്റെ വാക്കുകളെ? സൈഫുദ്ദീൻ, EN സുരേഷ് ബാബു CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഷാഫി പറമ്പിലിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ സൗന്ദര്യമുള്ള ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ ഉടൻ തന്നെ ബാംഗ്ലൂരിലേക്ക് കറങ്ങാൻ പോകാം എന്ന് ചോദിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു ആരോപണം എന്ന രീതിയിലല്ല വന്നിരുന്നത്. മറിച്ച് അത് വന്നത് ഒരു നടി പരാതിയായി പറയുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിൽ ചില സൂചനകൾ നൽകുന്നു. പിന്നീട് അത് തുടരെ വരികയായിരുന്നു. എന്നാൽ ഇത് ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഷാഫി പറമ്പിലിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലോ മറ്റോ അല്ല. അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഷാഫി പറമ്പിൽ മണ്ണാർക്കാട് ഉണ്ട്. അദ്ദേഹം ഈ രീതിയിൽ ഇതിനോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടപടിയെടുത്തത് കൊത്തി മുറത്തിൽ കൊത്തിയത് കൊണ്ടാണ് നടപടിയെടുത്തത് എന്നുകൂടിയാണ് EN സുരേഷ് ബാബു പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ കോൺഗ്രസിന്റെ നേതാക്കൾ, അതായത് ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ട് എല്ലാ നേതാക്കൾക്കെതിരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊതുമധ്യത്തിലാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം EN സുരേഷ് ബാബു ഷാഫിക്കെതിരെ നടത്തിയിരിക്കുന്നത്. കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ കണ്ടാൽ ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കും ഹെഡ് മാസ്റ്റർ. ആ ഹെഡ് മാസ്റ്റർ ആരാണെന്ന് നേരത്തെ തന്നെ സുരേഷ് ബാബു പറഞ്ഞു വെക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി എന്ന്. അപ്പോൾ എന്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ബാബു പൊതുമധ്യത്തിൽ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കണം. അപ്പോൾ സുരേഷ് ബാബുവിന്റെ ഈ വാക്കുകൾ കുറെ കൂടി വിവാദമാകാനിടയുണ്ടോ? കോൺഗ്രസ് നേതാക്കൾ എങ്ങനെ കാണും? ഷാഫി തന്നെ എങ്ങനെ പ്രതികരിക്കാനാണ് സാധ്യത? ഷാഫി ഇതിനോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോ ഇത്തരം ഒരു അധിക്ഷേപത്തോട് പ്രതികരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുമോ എന്നുള്ളതിൽ വ്യക്തതയില്ല. എന്തായാലും EN സുരേഷ് ബാബു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ വിഷയത്തിലെ ഹെഡ് മാസ്റ്ററാണ് എന്നും ഷാഫി പറമ്പിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ കണ്ടാൽ നേരിട്ട് ബാംഗ്ലൂരുവിലേക്ക് കറങ്ങാൻ വരുന്നോ എന്ന് ചോദിക്കുകയാണ് പതിവ് എന്നും ഈ വിഷയത്തിൽ സ്ഥിരം അദ്ദേഹത്തിന്റെ ഒരു ഗുരുവാണ്, ഹെഡ് മാസ്റ്ററാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് EN സുരേഷ് ബാബു നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് ഏത് രീതിയിൽ ചർച്ചയാകുമെന്നുള്ളത് ഇനി നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. എന്തായാലും ഷാഫി ഇതിനോട് പ്രതികരിക്കുമോ എന്നാണ് അറിയാനുള്ളത്. ഷാഫി മണ്ണാർക്കാട് ഉണ്ട്, ഒരു മരണ വീട്ടിലാണ് ഷാഫി പറമ്പിലും. അതോടൊപ്പം തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ഉൾപ്പെടെ അങ്ങോട്ട് എത്തിച്ചേരുകയും ചെയ്യും. സാജിദ്, ഷൈൻ ടീച്ചറുടെ കാര്യത്തിൽ വസ്തുതകളില്ലാതെ, തെളിവുകളില്ലാതെ അങ്ങനെ അപവാദം പ്രചരിപ്പിച്ചതിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങളുമായി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉണ്ട് CPM നേതാക്കൾ. അതിനിടയിലാണ് ഒരു വസ്തുതയുടെ പിൻബലമുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു വലിയ ആരോപണം ഇപ്പോൾ ഷാഫിക്കെതിരെ
സുരേഷ് ബാബു നടത്തിയിരിക്കുന്നത്, സ്വാഭാവികമായും അതിന്റെ തെളിവുകൾ അദ്ദേഹം പുറത്തുവിടേണ്ടി വരില്ലേ വരും മണിക്കൂറുകളിൽ? അല്ലെങ്കിൽ അത് അക്കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തേണ്ടി വരില്ലേ? തീർച്ചയായും CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. ദീർഘകാലം ഈ പാലക്കാടിന്റെ ജനപ്രതിനിധിയായിരുന്ന വ്യക്തി കൂടിയാണ് ഷാഫി പറമ്പിൽ. 15 വർഷത്തിലധികം ഇവിടെ ജനപ്രതിനിധിയായിരുന്നു. അത്തരമൊരു വ്യക്തിക്ക് എതിരെയാണ് ഇത്തരമൊരു അധിക്ഷേപ രൂപത്തിൽ ഇല്ലെങ്കിൽ ആരോപണ രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടോ എന്നുള്ളതെല്ലാം തന്നെ ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് വിശദമാക്കേണ്ടത്. നമ്മൾ സൈഫ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഈ ചർച്ചകളും മറ്റും നിലനിൽക്കുന്ന, അതിൽ അവർ ഒരു ഇരയാണ് എന്ന തരത്തിലുള്ള ഒരു കാര്യം ചർച്ചയാകുന്ന സമയത്ത് തന്നെയാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഈ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഷാഫി പറമ്പിലിനെതിരെ ഗുരുതരമായ ആരോപണം, ഗുരുതരമായ വ്യക്തി അധിക്ഷേപമാണ് ഇപ്പോൾ EN സുരേഷ് ബാബു CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. ലൈംഗിക വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹെഡ്മാസ്റ്ററായി വരും ഈ ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിന്റെ ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ കണ്ടാൽ ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്നതാണ്. അങ്ങനെ ഏതെങ്കിലും സ്ത്രീകളെ ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിച്ചതിന്റെ വിവരങ്ങൾ സുരേഷ് ബാബുവിന്റെ കയ്യിലുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയെങ്കിൽ ആ തെളിവുകൾ അദ്ദേഹം പുറത്തുവിടേണ്ടി വരും. കാരണം ഒരു പ്രധാനപ്പെട്ട ജനപ്രതിനിധിക്കെതിരെയാണ് ഈ പൊതുമധ്യത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി അധിക്ഷേപം ആരോപണവും നടത്തിയിരിക്കുന്നത്. അതിന്റെ നിജസ്ഥിതി, അതിന്റെ വസ്തുത, അതിന്റെ തെളിവുകൾ സ്വാഭാവികമായും CPM ജില്ലാ സെക്രട്ടറി പുറത്തുവിടേണ്ടി വരും. കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്.